സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഗാനങ്ങൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും റിലീസിന് മുന്നേ ചർച്ചയായ ചിത്രമാണ് ഒരു അഡാർ ലവ്. ചിത്രത്തിലൂടെ ഹിറ്റായ താരമാണ് പ്രിയ വാര്യർ. നായികയെ തീരുമാനിച്ചിരുന്ന നൂറിനെ മാറ്റി പ്രിയയെ നായികയാക്കിയതിനെക്കുറിച്ചും തുടർന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ചിത്രത്തിലെ ടീച്ചറെ വേഷമിട്ട റോഷ്ന വെളിപ്പെടുത്തിയിരിക്കുകയാണ്. റിലീസാകും മുൻപേ തന്നെ വിവാദങ്ങളിൽ ഇടം പിടിച്ച ചിത്രമാണ് ഒരു അഡാർ ലവ്. ചിത്രത്തിലെ ഗാനങ്ങളും അഭിനേതാക്കളും ഒരുപോലെ ഹിറ്റായിരുന്നു. ചിത്രത്തിലെ പാട്ട് ഹിറ്റായതോടെ നായികയായിരുന്ന നൂറിനെ മാറ്റി പകരം പ്രിയ വാര്യരെ നായികയാക്കിയതിനെക്കുറിച്ചും ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അസ്വാരസ്യങ്ങളെക്കുറിച്ചും ഒമർ ലുലുവും നൂറിനും വെളിപ്പെടുത്തിയിരുന്നു. സിനിമയ്ക്ക് രണ്ടാമത് ഒരു ക്ലൈമാക്സ് കൊണ്ടുവന്നതിൽ പ്രിയയ്ക്കുണ്ടായ ഇഷ്ടക്കേടിനെക്കുറിച്ചും ഇവർ വ്യക്തമാക്കിയിരുന്നു. കൂടുതലും പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ അണിനിരന്നിരിക്കുന്നത്. ചിത്രം പ്രതീക്ഷിച്ചതിലധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തനിക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളിൽ പ്രതികരിച്ച് പ്രിയയും രംഗത്തെത്തിയിരുന്നു. ചിത്രം റിലീസായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല. ചിത്രത്തിൽ ടീച്ചറെ വേഷമിട്ട റോഷ്ന വിവാദങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് ടീച്ചറിൻ്റേത് എന്നാണ് റോഷ്ന പറയുന്നത്. സിനിമയിൽ വേഷത്തിനു വേണ്ടി കുറെ കഷ്ടപ്പെടുകയും അലയുകയും ചെയ്തിട്ടുണ്ടെന്നും ഇതിനിടെ ഒമറിക്ക തനിക്ക് സമ്മാനിച്ചതാണ് ഈ വേഷം. വിവാദങ്ങളിൽ പെട്ടെങ്കിലും സിനിമ തങ്ങൾ പ്രതീക്ഷിച്ചതിലും നന്നായിട്ടാണ് മുന്നോട്ട് പോയതെന്ന് താരം പറയുന്നു. ഒരു കൂട്ടം പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. ചിത്രത്തിലെ വിവാദങ്ങൾ തുടങ്ങുന്നത് മാണിക്യമലരായി പൂവി എന്ന ഗാനം ഹിറ്റായതോടെയാണ്. ആ ഒരൊറ്റ ഗാനത്തിലൂടെ പ്രിയ വാര്യർ എന്ന നടി വലിയ പ്രശസ്തിയിലെത്തി. അതോടെ സ്വാഭാവികമായും നിർമ്മാതാവിൻ്റെ മനസ്സ് മാറുകയായിരുന്നു. ആരാണോ സിനിമ ഹിറ്റാക്കുന്നത് അവരിലേക്കാകുമല്ലോ പ്രൊഡ്യൂസറിൻ്റെ ചായ്വ്. പക്ഷേ ഇവിടെ നായികയെ അടക്കം മാറ്റുകയും കഥ തിരുത്തുകയും ചെയ്യേണ്ടി വന്നു. അത് ചിലരുടെ നിർബന്ധം കാരണം സംഭവിച്ചതാണെന്നും റോഷ്ന പറയുന്നു. ചിത്രത്തിലെ നായികയെ തീരുമാനിച്ചിരുന്നത് നൂറിനെയാണ്. പക്ഷേ പാട്ട് ഹിറ്റായതോടെ നിർമ്മാതാവ് പ്രിയമതി നായിക എന്ന് തീരുമാനിക്കുകയും കഥ മാറ്റാൻ സംവിധായകനെ നിർബന്ധിക്കുകയും ചെയ്തു. അത് സംവിധായകനായ ഒമർ ലുലുവിന് വിഷമമുണ്ടാക്കി. നിർമ്മാതാവ് പ്രിയയുടെ പക്ഷത്തായിരുന്നു. പ്രിയ തിരിച്ചും ഞാൻ കൊണ്ടുവന്ന നായികയാണ് നൂറിൻ എന്ന് ഒമറിക്ക പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കഥയെ ചൊല്ലിയും തർക്കങ്ങളുണ്ടായി. അതൊക്കെ സംവിധായകന് സ്വാഭാവികമായി മാനസിക വിഷമം ഉണ്ടാക്കും. നിർമ്മാതാവിന് പ്രിയയും റോഷനും തമ്മിലുള്ള പ്രണയത്തിന് പ്രാധാന്യം കൊടുത്താൽ മതിയെന്നായിരുന്നു. നൂറിനുമായുള്ളത് വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആ രീതിയിൽ കഥ മാറ്റാൻ സംവിധായകനോട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവസാനം ത്രികോണ പ്രണയകഥ ആണെന്ന പബ്ലിസിറ്റി കൊടുത്തു പോയതുകൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലേക്ക് കഥ തീരുമാനിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. നായികയായി ഒരാളെ കൊണ്ടുവരുന്നു, എന്നിട്ട് സിനിമയുടെ പകുതിക്ക് വെച്ച് അയാളെ മാറ്റി മറ്റൊരാളെ നായികയാക്കുമ്പോൾ എന്തായിരിക്കും തോന്നുക? എന്നാൽ നൂറിൻ ഒരിക്കലും ഇതിനെക്കുറിച്ച് പരാതിപ്പെടുകയോ ഷൂട്ടിംഗ് സെറ്റിൽ സംസാരമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ലെന്നും റോഷ്ന പറയുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയാണ് ഇടപെട്ടത്. പിന്നീട് സിനിമയിൽ മാറ്റങ്ങളും ഇടവേളകളും ഉണ്ടായതോടെ പരസ്പരം എല്ലാവർക്കും ഉണ്ടായിരുന്ന അടുപ്പം ഇല്ലാതെയായി. ആ അകലത്തെക്കുറിച്ചാകും ഒമറിക്ക അഭിമുഖങ്ങളിൽ പറഞ്ഞതെന്നുമാണ് റോഷ്ന പറയുന്നത്. 19 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് പ്രിയ. അവളുടെ തെറ്റുകൾ കണ്ടെത്തി ട്രോളുന്നത് കാണുമ്പോൾ വിഷമമാകാറുണ്ടെന്നും റോഷ്ന പറയുന്നു. സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും നല്ലവരാണെന്നും എന്നാൽ സിനിമയ്ക്കിടെ ഉണ്ടായ അകൽച്ചകളും തെറ്റിദ്ധാരണകളുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും റോഷ്ന വ്യക്തമാക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.